ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എത്ര നാളായാലും നമ്മൾ കണ്ടിട്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ചൈതന്യ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അതിന് പിന്നെ എൻ്റെ അമ്മയ്ക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് കേൾക്കണേ. എൻ്റെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? നിങ്ങളെല്ലാവരും എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോസ് ഇറക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. കേട്ടല്ലോ, സപ്പോർട്ട് ചെയ്തേക്കണേ ഗായ്സ്. നമ്മൾ കയറി ചെന്നപ്പോഴേ കണ്ട ഒരു കാട് പോലത്തെ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഒത്തിരി ചെടികളും മരങ്ങളും ഒത്തിരി മൃഗങ്ങളുടെ സ്റ്റാച്യൂസും ഒരു പച്ച ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. നമ്മുടെ ഇന്ദു റബേക്ക വർഗീസല്ലേ നിൽക്കുന്നത്. അവിടുന്ന് പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ചെറുക്കൻ്റെ വൈബിങ് നോക്കി ഭയങ്കര ഡാൻസ് കളിയാ. ഇവരിവിടെ ഹൃദയം കൈമാറുന്നു കേട്ടോ ഗൈസ്. എനിക്കൊന്നും കാണാൻ പയ്യോ എന്നൊക്കെ അടുത്തെടുത്തിട്ട് പോകുമ്പോൾ അയ്യോ ഒരാളെ കാണിക്കാൻ പറഞ്ഞു. ആ ചേട്ടൻ്റെ ഇരിക്കുന്ന ആളെ കണ്ടോ? കണ്ടിട്ട് പാവാൻ തോന്നില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ലേ, എന്തിനാ വെറുതെ. ഈ കാണുന്നതെല്ലാം പല പല സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന പശുക്കളാണേ. എന്ത് സൈസായില്ല ഇതിനെ കാണാനായിട്ട്. സൈസ് പോലെ നല്ല സുന്ദരന്മാരാട്ടോ. ഇവനാണ് കേട്ടോ കൂട്ടത്തിലെ കേമൻ. എന്റെ പൊന്നോ, എന്താല്ലേ കാണാനായിട്ട്. പശുക്കുട്ടന്മാരെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ അടിപൊളി ഗാനമേള നടക്കുക. കൂട്ടത്തിൽ അപ്പച്ചന്റെയും പിള്ളേരുടെ ഡാൻസും. അപ്പച്ചന്റെ എനർജി നോക്കി എന്താ അല്ലേ. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കഴിക്കാനാട്ടോ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനാണ് ചിക്കൻ ബിരിയാണി പറഞ്ഞ അച്ഛനും അമ്മ ഇല്ലും കപ്പി വിളിതേ നെയ്ച്ചോറ് ആദ്യമായിട്ട് കഴിക്കാൻ തോന്നുന്നു. എക്സ്പ്രഷൻ എന്താണോ, കൊള്ളപടി. അടിപൊളി. കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാട്ടെ അറബിക്കാരനെ കണ്ടേ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റാള് കാണാൻ വേണ്ടി പോവാ. സ്റ്റാള് കാണാൻ വന്നപ്പോൾ നമ്മൾ ഹുസൈനും ഡോണിനെ ഇവിടെ വെച്ച് കണ്ടേ. എൻ്റെ അമ്മയുടെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ ഡോൺ. ഞാനും ഒരുമിച്ചായിരുന്നു ഒരേ ക്ലാസ്സിൽ. അങ്ങനെ അവന്മാരെ കണ്ട സന്തോഷത്തിലാണ് അമ്മ. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി റൈഡെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകട്ടോ. ഞാൻ എന്തെങ്കിലും ബുക്കൊക്കെ മേടിച്ചിട്ട് ആറ്റമിക് ഹാബിറ്റ്സ് വായിച്ചിട്ട് നല്ല ഹാബിറ്റൊക്കെ വന്നാൽ മതിയായിരുന്നല്ലേ. പിന്നെ ഞങ്ങൾക്ക് പോയേക്കോ. അപ്പോൾ ഓക്കെ, ബൈ.